കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഒട്ടകത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒട്ടകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒട്ടകം മരുഭൂമിയിലാണ് താമസിക്കുന്നത്. ഒട്ടകത്തിന്റെ പുറത്ത് കയറി നമുക്ക് സവാരി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? പണ്ട് പണ്ട് ഒരിടത്ത് ഒരു വ്യാപാരി ജീവിച്ചിരുന്നു. ആ വ്യാപാരിക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. അയാള് ഈ ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു തന്റെ വ്യാപാരത്തിന് ആവശ്യമുള്ള യാത്രകളെല്ലാം നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഒട്ടകവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പകല് മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച ആ വ്യാപാരി രാത്രിയായപ്പോൾ വിശ്രമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മരുഭൂമിയിൽ അന്ന് രാത്രിയിൽ പതിവിലും തണുപ്പുണ്ടായിരുന്നു. മരുഭൂമിയിൽ ഒരു സത്രം അന്വേഷിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന അയാൾ കയ്യിൽ കരുതിയ ഒരു ചെറിയ കൂടാരമെടുത്ത് അവിടെ തന്നെ കെട്ടി. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന വലിപ്പമേ ആ കൂടാരത്തിനുണ്ടായിരുന്നുള്ളൂ. വ്യാപാരി തൻ്റെ ഒട്ടകത്തിന് കൂടാരത്തിന് പുറത്ത് കെട്ടിയതിനു ശേഷം കൂടാരത്തിനുള്ളിൽ ഉറങ്ങാനായി കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ആരോ വിളിക്കുന്നത് കേട്ട് ആ വ്യാപാരി ഉണർന്നു. അയാൾ പുറത്തിറങ്ങി ചുറ്റും നോക്കി. എന്നാൽ അവിടെയൊന്നും ആരെയും കണ്ടില്ല. അപ്പോൾ ഒട്ടകം വ്യാപാരിയോട് പറഞ്ഞു, യജമാനാ, ഞാനാണ് അങ്ങേ വിളിച്ചത്. ഇത് കേട്ട വ്യാപാരി ഒട്ടകത്തിനോട് കാര്യം എന്താണെന്ന് ചോദിച്ചു. യജമാനാ, പുറത്ത് നല്ല തണുപ്പാണ്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ തല ഈ കൂടാരത്തിനകത്തൊന്ന് വെച്ചോട്ടെ. നല്ലവനായ വ്യാപാരി ഒട്ടകത്തിന് കൂടിനകത്ത് തല വയ്ക്കാനായിട്ട് അനുവദിച്ചു. എന്നിട്ട് അയാൾ പിന്നെയും ഉറങ്ങാൻ കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. അപ്പോൾ ഒട്ടകം വീണ്ടും ചോദിച്ചു, യജമാനാ, പുറത്ത് നല്ല തണുപ്പാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ കാല് കൂടി ഈ കൂടാരത്തിനകത്ത് വെച്ചോട്ടെ. ആ പാവം വ്യാപാരി അതും സമ്മതിച്ചു. അങ്ങനെ ഒട്ടകം തന്റെ തലയും കാലുകളും ആ കൂടാരത്തിനകത്ത് വെച്ചു. വ്യാപാരി ഉറങ്ങാനായും കിടന്നു. സമയം കടന്നുപോയി. ഒട്ടകത്തിന് തണുപ്പ് കാരണം അപ്പോഴും ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് അസഹനീയമായപ്പോൾ ഒട്ടകം കരുതി, ഒരു കാര്യം ചെയ്യാം, ശരീരം കൂടി കൂടാരത്തിന്റെ അകത്ത് കയറ്റാം. നല്ലവനായ യജമാനൻ തീർച്ചയായും സമ്മതിക്കും. അങ്ങനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തേണ്ട ആവശ്യവുമില്ല. നമുക്ക് അദ്ദേഹത്തിനെ ഉറങ്ങാൻ അനുവദിച്ചുകൊണ്ട് തന്നെ കൂടിനകത്ത് നമുക്കും ഉറങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഒട്ടകം തന്റെ ശരീരവും കൂടി കൂടാരത്തിനുള്ളിലേക്ക് കയറ്റി. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന ആ കൂടാരത്തില് ഒട്ടകവും കൂടി ആയപ്പോൾ വ്യാപാരിക്ക് കിടക്കാൻ ഇടമില്ലാതായി. അപ്പോൾ ഒട്ടകം വ്യാപാരിയോട് പറഞ്ഞു, യജമാന, ഈ കൂടാരത്തിനകത്ത് നമുക്ക് 2 പേർക്കും കൂടി കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് ദയവായി കൂടാരത്തിന് പുറത്ത് കിടന്നുറങ്ങൂ. ഇത് കേട്ട വ്യാപാരിക്ക് തൻ്റെ ക്ഷമ മുഴുവൻ നശിച്ചു. അയാൾ ആ ഒട്ടകത്തിനെ ചവിട്ടി കൂടാരത്തിന് പുറത്താക്കി. എന്നിട്ട് കൂടാരം നന്നായി മൂടി സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിന്റെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? നമ്മൾ ദയയുള്ളവരായിരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് ദയ കാട്ടുന്നതിൽ അതിർവരമ്പ് നിശ്ചയിക്കുക എന്നതും. അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ദയ മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്തേക്കാം. അപ്പോൾ ദയ കാണിക്കുമ്പോഴും നമുക്ക് വിവേകമുണ്ടാകണമെന്നാണ് ഈ കഥയുടെ ഗുണപാഠം. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്